അജിത്തേ ഓടിവാടാ, നമ്മുടെ സവാദറിന് ഒരു സ്വീകരണം കൂടെ കൊടുക്കണം. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് നിന്നോട്ടാ. 2023 നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് തൃശൂർ സ്വദേശിനിയും നടിയും മോഡലുമായ മസ്താനി എന്ന നന്ദിതാ ശങ്കരയ്ക്ക് നേരെ നഗ്നതാ പ്രസംഗം നടത്തിയ സവാദിനെ ഓർമ്മയില്ലേ? ഇയാളാണ് ആ കക്ഷി. Can you stop doing that, please? Can you stop doing that? No, can you stop doing that? ആളുടെ സിബ് തുറന്നിട്ട് കുറെ നേരം ആള് ഇവിടുത്തെ കുറച്ച് പനിയിപ്പിക്കുന്നത്. Are you okay? Is everything okay with you? It's not zip open. It's not. It's not. It's not. Are you sure it's not? Are you sure? His zip was open. It's not there. It's a zip open. It's a zip open. Zip open ആണ്. കുറെ നേരം and he was zip open. I just wanted to know if his zip was open. Zip open ആണ്. His shit was outside. Complaint ഉണ്ട്. Complaint ഉണ്ട്. ഒരു കംപ്ലൈന്റ് തൊട്ടോ ഇല്ലയോ എന്നല്ല. അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടെങ്കിലും വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന ഒരു സാമൂഹ്യ വിരുദ്ധൻ നേതൃത്വം കൊടുക്കുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ആലുവ സബ് ജയിലിന് മുന്നിൽ ഒരു വലിയ സ്വീകരണം ഒരുക്കിയിരുന്നു. ആ ദൃശ്യം നമുക്ക് ഒരിക്കൽ കൂടി കാണാം. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് നിന്നോട്ടാ. വലിയൊരു സപ്പോർട്ടുണ്ട്. ഒരു മിനിറ്റ് നിന്നോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിന്നോ. പുള്ളി സംസാരിക്കില്ല. സംസാരിക്കാൻ പാടില്ല. മൊത്തം സവാദ് മറുപടി പറഞ്ഞിട്ട് പോകും. തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിരപരാധിയാണോ? തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതോടെ സംഭവം വലിയ വിവാദമായി മാറി. വാദി പ്രതിയായി. നടിക്ക് നേരെ വലിയ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും എല്ലാം ഉണ്ടായി. നന്ദിതയുടേത് വ്യാജ പരാതിയായിരുന്നുവെന്നും സവാദിനെ മനഃപൂർവ്വം കൊടുക്കുവാനുള്ള ഒരു ആസൂത്രിത ഹണി ട്രാപ്പായിരുന്നു ഇതെന്നുമായിരുന്നു അന്നുണ്ടായ വിമർശനം. അവൻ വീണ്ടും ഇതാ അതേ പണി കാണിച്ച് അറസ്റ്റിലായിരിക്കുകയാണ്. അതും KSRTC ബസ്സിനുള്ളിൽ വെച്ച് തന്നെ. യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനവും ലൈംഗികാതിക്രമവും കാണിച്ചതിനാണ് ഇപ്പോൾ അറസ്റ്റ്. KSRTC ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ കോഴിക്കോട് വടകര കായക്കൊടിക്കാവിൽ 29കാരനായ സവാദ് വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂൺ 14 മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തി എന്നതാണ് പുതിയ പരാതി. മലപ്പുറത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഈ സംഭവം നടന്നത്. ലൈംഗികാതിക്രമം നടത്തിയപ്പോൾ പെൺകുട്ടി പ്രതികരിച്ചതോടെ സവാദ് പേരാമംഗലത്ത് വെച്ച് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി. ബസ് തൃശ്ശൂരിലെത്തിയപ്പോൾ യുവതി പോലീസിന് പരാതി നൽകുകയായിരുന്നു. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി നൽകിയത്. യുവതി പരാതി നൽകിയതോടെ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് പിന്തുടർന്നു പോയി തമിഴ്നാട്ടിൽ നിന്നാണ് സവാദിനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ സവാദിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 2023 ഇയാൾക്കെതിരെ സമാനമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു. ആ സംഭവത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തിരുന്നു. 2023 നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് തൃശ്ശൂർ സ്വദേശിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിനാണ് സവാദ് അന്ന് അറസ്റ്റിലായത്. എന്നാൽ ഈ കേസിൽ പരാതിപ്പെട്ട നന്ദിത എന്ന യുവതിക്ക് നേരെ ഒരു വിഭാഗം ആളുകൾ അന്ന് രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല, ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ വക വലിയൊരു സ്വീകരണവും ഒരുക്കിയിരുന്നു. സവാദ് അറസ്റ്റിലായപ്പോൾ സന്തോഷം കൊണ്ട് പടക്കം പൊട്ടിച്ച ഒരാളുണ്ട്, നന്ദിതാ ശങ്കര എന്ന മസ്താനി. സമാനമായ രീതിയിൽ സവാദിന്റെ ലൈംഗികാതിക്രമത്തിന് ഇരയായ ആളാണ് ഈ മസ്താനി. മസ്താനി തൻ്റെ ഇൻസ്റ്റാ പേജിൽ പങ്കുവച്ച പ്രതികരണങ്ങൾ കാണുക. ഒടുവിൽ നീതി, അതും 2 വർഷത്തെ ഇരയാക്കപ്പെടലിനും സ്വഭാവഗതിക്കും ശേഷം
നന്ദിത പങ്കുവച്ച സ്റ്റോറിയിലെ ഒരു വാചകം ഇപ്രകാരമായിരുന്നു: അന്ന് സവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയെയും നന്ദിത പരിഹസിക്കുന്നുണ്ട്. കുരങ്ങന് പൂമാല റെഡിയാക്കി വെക്കൂ എന്നൊരാളുടെ കമന്റിന് മാല താൻ തന്നെ മേടിക്കാം എന്നായിരുന്നു നന്ദിതയുടെ മറുപടി. സവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന മസ്താനി എന്ന അടിക്കുറിപ്പോടെ രസകരമായ വീഡിയോയും സ്റ്റോറിയിൽ കാണാം. എന്തായാലും ഈ സംഭവത്തിന് ശേഷം വട്ടിയൂർക്കാവ് അജിത് കുമാർ അണ്ണന്റെ വിവരമൊന്നുമില്ല. വലിയ പൂമാലയോ വലിയ പടക്കമോ ഒക്കെയായി നമുക്ക് ഉടനെ അണ്ണനെ പ്രതീക്ഷിക്കാം. ഇത്തരം സുവർണാവസരങ്ങളൊന്നും അണ്ണൻ പാഴാക്കാറില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.